ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇന്ന് നൽകുന്ന മെസ്സേജ് എന്താണ്? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 7, 8, 16, 7, 3, 8, 5, 4, 13, 4. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരും, സാമ്പത്തികം വരും, നിങ്ങളുടെ ജോലി വരും. ഓക്കെ, പ്ലീസ് കേട്ട്. സ്ട്രെസ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭാരങ്ങൾ ചുമക്കുന്നു, ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് കൂടിയിരിക്കുന്നതായി കാണുന്നു. ക്യൂൻ ഓഫ്. ഓക്കെ, ഉത്തരവാദിത്തങ്ങൾ കാരണം നിങ്ങൾക്ക് എപ്പോഴും സ്ട്രെസ്സാണ് നേരിടുന്നത്. അതൊരു പക്ഷേ ജോലി സ്ഥലത്തായിരിക്കാം. നിങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ യാതൊരു കാര്യങ്ങളും നടക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ഇമോഷണൽ കാണിക്കേണ്ട വ്യക്തികളടുത്ത് പോലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അവിടെയും നിങ്ങൾ ദേഷ്യപ്പെടുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത്. അത് പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കൺട്രോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങൾക്കങ്ങനെ ഫീലാകുന്നത്. ഓക്കെ, അടുത്ത കാർഡ് ഇവിടെ വന്നിരിക്കുന്നത്, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ കറേജ് എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിരിക്കുന്നത്. കറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്കിവിടെ സ്ട്രെങ്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ ധൈര്യം, ആ ഒരു ധൈര്യത്തെയാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യമായിരിക്കാം. ഒരു പാറയ്ക്കിടയിൽ പെട്ടുപോയിട്ടുള്ള ഒരു വിത്ത്, അതെങ്ങനെയാണോ ആ പാറയ്ക്കിടയിൽ കൂടി ഞെരുങ്ങി അത് സൂര്യപ്രകാശത്തിലേക്ക്, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അത് കടന്നു വരുന്നത്, അതുപോലെയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പ്രതിസന്ധിയിൽ നിങ്ങൾ വളരെ സ്ട്രെങ്ത് എടുത്തിട്ട് നിങ്ങൾ പുറത്ത് വരണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകാം ഒരുപാട് പാറക്കൂട്ടങ്ങളാണ്. ആ പാറക്കൂട്ടങ്ങളിൽ ഞെരുങ്ങി ഇരിക്കുന്നതായിട്ടുള്ളൊരു വിത്താണ് ഇപ്പോൾ നിങ്ങൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പുറത്ത് വന്നിട്ടില്ല എങ്കിൽ, ഇതുപോലെ പുറത്ത് വന്നവർ കാണും. അഥവാ ഇനി പുറത്ത് വരാതെ എനിക്ക് ഇവിടെ അവസാനമായി, എനിക്കിനി മുന്നോട്ട് ഒരു കാര്യവുമില്ല, എൻ്റെ ഇതെല്ലാം അവസാനിച്ചു, സാമ്പത്തിക നഷ്ടം വന്നു, എനിക്ക് വീട് പോയി, എനിക്കെല്ലാം പോയി, എൻ്റെ പേഴ്സൺ എന്നെ വിട്ടുപോയി, ഇനി എനിക്കൊന്നുമില്ല, അവസാനിച്ചു എന്ന് വിചാരിച്ച് ഈ പാറയുടെ ഇടയിൽ നിങ്ങൾ ഞെരുങ്ങിയാണ് ഇപ്പോൾ ഈ ഒരു നിമിഷം ഇരിക്കുന്നതെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പുറത്ത് വന്നേ മതിയാകൂ. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു യൂണിവേഴ്സിലേക്ക് നിങ്ങളുടെ പ്രകാശത്തെ, നിങ്ങളുടെ സൗരഭ്യത്തെ ഈ യൂണിവേഴ്സിന് നൽകേണ്ടത് നിങ്ങളുടെ കർമ്മയാണ്. ആ കർമ്മ നിങ്ങൾ പൂർത്തീകരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇരിക്കാനേ പറ്റൂ. ഒരിക്കലും നിങ്ങൾക്ക് അവിടെ ഒരു അവസാനമല്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളുടെ കർമ്മയിലേക്ക് നിങ്ങൾ വന്നേ പറ്റൂ. അതിന് നിങ്ങൾ സ്ട്രെങ്ത് എടുക്കണം. ആ സ്ട്രെങ്ത് എടുത്തിട്ട് നിങ്ങൾ ഇതിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, എന്താണോ, സാമ്പത്തികമാണോ, കുടുംബ ബന്ധമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഉള്ളം കയ്യിൽ കൊണ്ടു തരാനുള്ള ശക്തി യൂണിവേഴ്സിനുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പോകുന്നത് ഒരു പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിൽ കൂടിയാണ് പോകുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും, ദൈവങ്ങൾക്ക് പോലും പരീക്ഷണ കാലങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ആഹാരവും വെള്ളവും ഒന്നും കിട്ടാതെ മരുഭൂമിയിൽ പരീക്ഷണങ്ങൾ, രാവും പകലും പരീക്ഷണങ്ങൾ അകപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്നത് അതേ പാതയിൽ കൂടിയാണ് കടന്നു പോകേണ്ടതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് വന്നിരിക്കുന്നത് തണ്ടർബോൾട്ട് എന്ന് പറയുന്ന ടവറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ടവറിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങളുടെ സാമ്പത്തികം പൂർണ്ണമായും തകർന്നു, അവസാനിച്ചു, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ കത്തി തീർന്നു, ഇതായിരുന്നു നിങ്ങളുടെ അവസാനം, ജപ്തി വന്നു കഴിഞ്ഞു,
ഇനി ഒരടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, എൻ്റെ സാമ്പത്തികം മുഴുവനും അവസാനിച്ചു, ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും, എല്ലാം കത്തി നശിച്ചല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു കൈ അയക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കുള്ളത് യൂണിവേഴ്സ് നിങ്ങളിൽ എത്തിക്കും. ഒന്നിൻ്റെയും അവസാനമല്ല, മറ്റൊന്നിൻ്റെ ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിൻ്റെയും അവസാനമല്ല, മറ്റൊരു വഴിയിലേക്കുള്ള മാറ്റമാണ്. നിങ്ങൾ ഇത്രയും നാൾ പോയിക്കൊണ്ടിരുന്ന ഒരു സഞ്ചാര ദിശയിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരു ദിശയിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി നിങ്ങളുടെ ആ വഴിയെ ഇങ്ങനെ തകർത്തത് യൂണിവേഴ്സ് തന്നെയാണ്. എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നേരിടുന്ന ഏത് പ്രശ്നം തന്നെയാണെങ്കിലും അത് വന്നത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇനി ഈ വഴിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികമൊന്നും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ ഇവിടെ നിന്നും മാറി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് പലപ്പോഴും നിങ്ങളുടെ ഇന്നർ വോയിസിൽ കൂടി സംസാരിച്ച് കാണും, ചില വ്യക്തികളിൽ കൂടി സംസാരിച്ച് കാണും, ടാരോ റീഡറിൽ കൂടി നിങ്ങളോട് സംസാരിച്ച് കാണും. പക്ഷേ അതൊന്നും നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണില്ല. അവസാനം യൂണിവേഴ്സ് തന്നെ അവിടെ പ്രവർത്തിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഒരു മാറ്റം നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. ഇനി നിങ്ങൾക്ക് മുന്നോട്ട് വഴിയില്ല. അപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരം അവിടെ പ്രവർത്തിക്കും. നിങ്ങളുടെ സാമ്പത്തിക നില ഭദ്രമായി തീരും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില അവസ്ഥകളിൽ കൂടി കടന്നു പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതെന്ന് നിങ്ങൾക്കപ്പോഴും മനസ്സിലാകും. ഓക്കെ, ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ പിറകിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അന്നത് സംഭവിച്ചത് നന്നായി എന്ന് ചിന്തിക്കുന്ന ഒരു സമയം വരും. ഇന്ന് പൊട്ടിക്കരയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നാളെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അന്നത് സംഭവിച്ചത് നന്നായി, ദൈവം എന്നെ അറിഞ്ഞത് കൊണ്ടാണ് എനിക്കന്നത് സംഭവിച്ചത് എന്ന് നിങ്ങൾ പറയുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടാകും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് ഷെയറിംഗ് ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് സോഡിൻ്റെ എനർജി, ഓവറോൾ എനർജി 10 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ കഠിനമായിട്ടുള്ള ചില വേദനകളിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളത് യൂണിവേഴ്സുമായിട്ട്, നിങ്ങളുടെ ദൈവവുമായിട്ട് ഷെയർ ചെയ്യുക, അവസാനിപ്പിക്കുക. മറ്റു ചില വ്യക്തികളോട് പറയുന്നു നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക, മറ്റു ചില കാര്യങ്ങൾ, ആഹാരങ്ങൾ മറ്റുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് സ്നേഹമാണ് നഷ്ടപ്പെട്ടതെങ്കിലോ നിങ്ങൾ എങ്ങനെയാണ് അത് ഡൊണേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ സ്നേഹം ഡൊണേറ്റ് ചെയ്യണം. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അപ്പോൾ 10 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്നേഹമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങൾ സ്നേഹം എങ്ങനെ ഡൊണേറ്റ് ചെയ്യും? ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് അവരുടെ വിഷമങ്ങൾ എങ്ങനെയാണെന്ന് അറിയുക, അതിനൊരു പരിഹാരം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക, അവരെ ഒന്ന് കേൾക്കാൻ നിങ്ങൾ കാത്തിരിക്കുക. ചില വ്യക്തികൾക്ക് എന്തെങ്കിലും കേൾക്കണം, അവരോടൊന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് കേൾക്കണം എന്നുള്ളതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് സമയമില്ലായിരിക്കാം, എങ്കിൽ പോലും അവരോട് 2 ആശ്വാസവാക്കെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റിയാൽ അത് യൂണിവേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്, ഒരു ഷെയറാണ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങളുടെ ജീവിതം ബാലൻസിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, നിങ്ങളെ കേൾക്കുവാൻ യൂണിവേഴ്സ് തയ്യാറാകും. ഇത് നിങ്ങൾ ആരെയെങ്കിലും കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതേ പ്രവർത്തനം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു സൈക്കിളിനെ പോലെ കൊണ്ടെത്തിക്കും. ഓക്കെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനമാണ് യൂണിവേഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയുടെ വിഷമങ്ങൾ കേട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാൻ മാലാഖമാരെത്തും. ഓക്കെ, ദൂതന്മാരെത്തി നിങ്ങളുടെ വിഷമങ്ങളെ ബാലൻസുകൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പുറമേ നിന്ന് നോക്കുന്ന ഒരു എനർജി, ചില വ്യക്തികളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നു. ഓക്കെ, ചില സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു, ചില സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെട്ടതായി കാണുന്നു, ചില വീടുകളിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെട്ടതായി കാണുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ദ വേൾഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ അവസാനിച്ചിരിക്കുന്നു, എന്നാൽ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾക്ക് മറ്റൊന്ന് ഇവിടെ സ്റ്റാർട്ട് ആകുകയാണ്.
ഓവർ തിങ്കിങ്. നിങ്ങൾക്ക് ഒരു കാര്യം അവസാനിച്ചിട്ട് മറ്റൊന്നിൻ്റെ തുടക്കമാണ് ഇവിടെ വേൾഡ് വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചു ഇനി നിങ്ങളെ പുറത്താക്കി കതവടച്ചു, ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നിങ്ങൾ ഔട്ട്സൈഡർ ആയി കഴിഞ്ഞു, ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ പോലും പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചു എങ്കിൽ ഇത് മാറ്റം ഉണ്ടാകും, അതിനൊരു മാറ്റം ഉണ്ടാകും. ഓക്കെ, ഇത് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യും, വീണ്ടും റീസ്റ്റാർട്ട് ആകും. ഓക്കെ, നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പം മുന്നോട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥയിൽ തന്നെ നിൽക്കട്ടെ, നിങ്ങൾ സമാധാനത്തോടെ നിൽക്കുക മാത്രം ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കൊരു മാറ്റം വരുന്നതായിരിക്കും. എല്ലാ കാര്യവും ബാലൻസിൽ വരും. നിങ്ങൾ സമാധാനത്തോടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നേക്കുക, ഒരു ടെൻഷനും വേണ്ട എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ജോലിയിലായാലും ശരി, നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും അതിനൊരു സമയം വരും, നിങ്ങളുടെ മുമ്പിൽ ഇത് തുറക്കപ്പെടും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ നിൽക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ലെറ്റ് ഇൻ ഗോ പറയുന്നുണ്ട്. ചില കാര്യങ്ങളെ നിങ്ങൾ വിട്ടുകളയുക, വിട്ട് മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. ഓക്കെ, നിങ്ങൾ ഈ വിഷമത്തിൽ തന്നെ ഇരിക്കാതെ ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകാൻ പറയുന്നു. ഓക്കെ, നിങ്ങളിൽ തന്നെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക, നിങ്ങൾക്ക് വേണ്ടുന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ താഴ്ത്തി കെട്ടാതിരിക്കുക, നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഉയർത്തുക. നിങ്ങളുടെ ആരുടെ മുമ്പിലും പോയി നിങ്ങൾ കോളിനോ മെസ്സേജിനോ അല്ലെങ്കിൽ ജോലിക്കോ മറ്റെന്തിനും അവരുടെ മുമ്പിൽ പോയി യാചിക്കുന്ന വ്യക്തിയാകാതെ നിങ്ങൾ ചില സാഹചര്യത്തെ വിട്ടുകളഞ്ഞ് നിങ്ങൾ സ്ട്രെങ്ത് എടുക്കുക എന്ന് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വെയിറ്റ് ചെയ്ത കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും, സാമ്പത്തികം വന്നു ചേരും, ഗ്രോത്ത് വന്നു ചേരും. നിങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഇവിടെ വന്നിരിക്കുന്നത് ക്യൂനാണ്. ക്യൂന് എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ, അവർ അധ്വാനിച്ചെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ കൂടി അവർ നേടിയെടുത്ത് വിശ്രമിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കും വിശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ എംബ്രർ വന്നിരിക്കുന്നു, ക്യൂനും വന്നിരിക്കുന്നു. ഇവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഒരു എനർജി ഇവിടെ കാണുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലൊരു മാറ്റം ഉണ്ടാകും. ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ഒന്ന് വിട്ട് കഴിഞ്ഞാൽ, ലെറ്റ് ഇൻ ഗോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിൽ ഒരു റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇത് ഫ്രണ്ട്സുകളുടെ ഇടയിലാണ് ലെറ്റ് ഇൻ ഗോ എങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തി ഏത് സ്വഭാവത്തിലുള്ള വ്യക്തിയാണെന്നും അവരെന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, ഓവറോൾ എനർജി വളരെ തീവ്രതയോടുകൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ അത്രയും സ്പീഡിന് വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പെട്ടെന്നൊരു പ്രതിപ്രവർത്തനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വളരെ സ്പീഡിന് വന്നിരിക്കുന്നത്. ഓക്കെ, കാർഡ് വന്നിരിക്കുന്നത് പ്ലീസ് കേഡിമി വന്നിരിക്കുന്നത് സണ്ണിൻ്റെ കാർഡാണ്. പെട്ടെന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ ഒന്ന് നേരെയാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഴിച്ചുപണി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളും വന്നിരിക്കുന്നത് നിങ്ങളിലൊരു അഴിച്ചുപണി നടത്തി യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു ഉദയത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചില വ്യക്തികളുടെ പ്രകാശം മങ്ങിപ്പോയെങ്കിൽ ഒരു അഴിച്ചുപണി നടത്തി അതിൽ വീണ്ടും ചാർജ് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കി ദൈവത്തോട് നന്ദി പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു.